പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ENS +2 ഹ്യൂമാനിറ്റീസിലെ സോഷ്യോളജി കോഡ് നമ്പർ 331 26ാമത്തെ ചാപ്റ്ററിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. ന്യൂ സിലബസ് അനുസരിച്ച് പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങളാണ്. ചാപ്റ്ററിന്റെ പേര് ഇന്ത്യൻ സൊസൈറ്റി, ട്രൈബൽ, റൂറൽ ആൻഡ് അർബൻ. ഇന്ത്യൻ സമൂഹം, അതേപോലെ തന്നെ അതിന്റെ വർഗങ്ങൾ വരുന്നുണ്ട്, ഗ്രാമം, നഗരം ആണ് വരുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അവിടുന്ന് അങ്ങോട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലും മാറ്റങ്ങളുണ്ട്. മൊത്തം 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി 40% ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യം മോഡ് ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 20 ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, ട്രൂ ഓർ ഫാൾസ് ഉണ്ട്, ബ്രാക്കറ്റിൽ നിന്ന് ആൻസർ എടുത്ത് എഴുതാറുണ്ട്, വൺ വേർഡ് ആൻസർ ഉണ്ടാവും, മാച്ച് ദ ഫോളോയിങ്, അങ്ങനെ പല രീതിയിലുണ്ടാവും. ചിലതിന് ഓപ്ഷൻ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണം. അവിടെ ഗൈഡ് പോരാ. സാധാരണ 2 മാർക്ക് 3 മാർക്ക് 4 മാർക്കൊക്കെ നമുക്ക് ഗൈഡ് മതി. ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നെ വേണം. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എക്സാമിന് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏകദേശം 12 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയിൽ. ഇപ്പോൾ ഇത് ഏകദേശം 26ാമത്തെ ചാപ്റ്ററാണ്. 26.1, 26.45 എന്നൊക്കെ ആ ഭാഗങ്ങളിൽ നിന്നാണ് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസറും അതിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ലീവ് മോസ്റ്റ്ലി ഡേഷ് ഏരിയ. ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഏത് ഭാഗത്താണ് ജീവിക്കുന്നത്? ആൻസർ ഹിൽ ഏരിയയാണ്. ഈ ഉയർന്ന കുന്നിൻ പ്രദേശങ്ങളിലാണ്, മലയോര മേഖലകളിലാണ് വരുന്നത്. രണ്ടാമത്, എക്കോണമി ഓഫ് ദി ട്രൈബൽ ഈസ് ഫൗണ്ട് അറ്റ് ഡേഷ് ലെവലാണ്. ഇവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്? ബാക്ക്വേർഡ് ലെവലാണ്. ആൻസർ ബാക്ക്വേർഡിലാണ്. ട്രൈബൽ ഹാവ് ഡേഷ് റിലീജിയൻ. ട്രൈബൽ എന്ന് പറഞ്ഞാൽ അവരുടെ റിലീജിയൻ എന്താ? ദെയർ ഓൺ റിലീജിയൻ. അവരുടേതായ ഒരു മതമാണ് അവരുള്ളത്. നമ്മളില്ല സാധാരണക്കാരായ ആളുകളെ പോലെ അല്ല, അവർക്ക് അവരുടേതായ ഒരു മതമാണുള്ളത്. നാലാമത്തെ, ട്രൈബൽ സൊസൈറ്റി ഹാവ് ഡേഷ് ഫോം ഓഫ് ഇൻഇക്വാലിറ്റി. ട്രൈബൽ ഫോമിന്റെ ഇടയിൽ എന്താണ്? ലിറ്റിൽ, വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ഇൻഇക്വാലിറ്റി, അസമത്വം കാണാവൂ. 5, റൂറൽ ഏരിയ ആർ ഡോമിനേറ്റഡ് ബൈ ഡേഷ് ഓക്കുപ്പേഷൻ ആണ്. റൂറൽ ഏരിയയിൽ ഏത് ഓക്കുപ്പേഷൻ ആണ്? അഗ്രികൾച്ചറൽ ഓക്കുപ്പേഷൻ ആണ്. അടുത്ത, വില്ലേജ് ഹാവ് ഡേഷ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. വില്ലേജിൽ എന്ന് പറഞ്ഞാൽ ലോവർ ഡെൻസിറ്റി, ജനസംഖ്യ കുറവായിരിക്കും നഗരങ്ങളെ അപേക്ഷിച്ച്, അപ്പൊ ലോവറാണ്. വില്ലേജ് എക്കണോമി ഈസ് ഡേഷാണ്. വില്ലേജ് എക്കണോമി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു എന്താണ് വില്ലേജ് എക്കണോമി എന്ന് പറയുന്നത് അവിടെ അഗ്രികൾച്ചറൽ എക്കണോമി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ വില്ലേജ് ഹാവ് ഡേഷ്. ഇന്ത്യൻ വില്ലേജ് എന്ന് പറയുന്നത് നോൺ അഗ്രികൾച്ചർ ആണ്. അടുത്ത്, അർബൻ സൊസൈറ്റി ഹാവ് മോസ്റ്റ് ഡേഷ് അല്ലേ? അതാണ് അർബൻ സൊസൈറ്റിയിലാണ് വരുന്നത് കേട്ടോ. അർബൻ സൊസൈറ്റി, അതായത് വില്ലേജ് എക്കണോമി എന്ന് പറയുന്നത് ലെസ് ഡെവലപ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഇന്ത്യൻ വില്ലേജസ് എന്ന് പറയുമ്പോൾ അവിടെ ഇന്ത്യൻ വില്ലേജിൽ അവിടെ എന്താണ്? കാസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ അർബൻ സൊസൈറ്റി ഹാവ് മോസ്റ്റ്ലി ഡേഷ് ഓക്കുപ്പേഷൻ ആണ്, നോൺ അഗ്രികൾച്ചർ ഓക്കുപ്പേഷൻ ആണ്. ഡേഷ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് അർബൻ സൊസൈറ്റി. എന്താണ് അർബൻ സൊസൈറ്റി? ലോവർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് അർബൻ സൊസൈറ്റി. അർബൻ സൊസൈറ്റി ഹാവ് ഡേഷ് എക്കണോമി, ലെസ് ഡെവലപ്ഡ് എക്കണോമി. ഈ അർബൻ ഏരിയ പീപ്പിൾ കൾച്ചറൽ കാസ്റ്റ് ആണ്. ഇത്രയാണ് നമ്മൾ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട സംശയം ചോദിക്കാം. വരുന്ന വീഡിയോയിൽ നമ്മളുടെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ക്ലാസ്സുകളുണ്ടായിരിക്കും, എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകളുണ്ടായിരിക്കും. അഡ്മിഷൻ സംബന്ധമായ ആവശ്യങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. NSന്റെ SSLC +2 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് ലീവിന് വരുന്ന സമയത്തേക്ക് എക്സാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗൾഫിലിരുന്ന് നാട്ടിലത്തെ ക്ലാസ് ഓൺലൈനായി അവർക്ക് കേൾക്കാവുന്നതാണ്. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്നവർക്ക് ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓൺലൈൻ പരീക്ഷ എഴുതുന്ന SSLC +2 നൽകുന്നുണ്ട്. ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.